അപ്പോൾ അതേ നമ്മുടെ വെജ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് സോസൊക്കെ ഒഴിച്ചിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഉണ്ടാക്കിയെടുക്കാനും നല്ല ഈസി അല്ലേ. അപ്പോൾ ഹായ്, നമസ്കാരം, വെൽക്കം ടു ഡ്രാഗൺ ഫ്ലൈ ഫാമിലി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരു സാൻഡ്വിച്ചാണ്, വെജിറ്റബിൾ സാൻഡ്വിച്ച്. എൻ്റെ ഫേവറേറ്റാണ്, എൻ്റെ സ്പെഷ്യലുമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ സാൻഡ്വിച്ചിന് ഞാനിപ്പോൾ ചട്നി തയ്യാറാക്കാൻ, ഗ്രീൻ ചട്നി തയ്യാറാക്കാനായിട്ട് ഇതുപോലെ പുതിനയില, മല്ലിയില നമ്മുടെ ആവശ്യത്തിന് എടുക്കാം. പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇതെല്ലാം കൂടി നമുക്ക് കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് അരയ്ക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ചട്നി അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളം വേണമെങ്കിൽ കുറച്ച് ചേർക്കാം ഇനി കേട്ടോ. ഇച്ചിരി ചേർത്ത് അരയ്ക്കാം, ഒത്തിരി ചേർക്കരുത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് നാരങ്ങ നീരൂടെ പിഴിഞ്ഞതുകൂടെ ഒഴിക്കാം. ചട്നി കുറച്ചല്ലേ എളുപ്പം, ഇത്രയും നാരങ്ങ നീര് മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് അരിഞ്ഞെടുക്കാം. കുക്കുംബർ, കുറച്ച് ഉള്ളി, ക്യാബേജ് ഞാൻ ഇങ്ങനെ കഴുകി എടുത്തതാണ്, ഇങ്ങനെ കഴുകി എടുക്കാൻ വെച്ചാൽ. പിന്നെ ക്യാരറ്റ്, തക്കാളി, ഇത്രയും കൂടെ നമുക്ക് നന്നായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ ടൊമാറ്റോ, ക്യാബേജ്, ക്യാരറ്റ്, കുക്കുംബർ, ഇത്രയും കൂടെ ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്കിനി മയണൈസ് ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ഇത് എഗ്ലെസ് മയണൈസ് ആട്ടോ, ഞാനിത് ഉണ്ടാക്കിയതല്ല, വാങ്ങിച്ചതാണ്. കുറച്ച് കൂടുതൽ ചേർത്ത് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇതിനുള്ള ഫില്ലിങ് തയ്യാറായിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇടാം. എൻ്റെ കയ്യിൽ ചില്ലി ഫ്ലേക്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടിയായിരുന്നേ, ഇച്ചിരി മുളക് പൊടി. ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അത് തന്നെ ഇടാം. ഇത്രേ ഇട്ടുള്ളൂ. ഇനി ഇച്ചിരി ചാറ്റ് മസാല, ഉപ്പ് ഓൾറെഡി ഉണ്ടല്ലോ, മയണൈസിൽ ആഡഡ് ആണ്. ഇല്ല, നമ്മൾ നോക്കിയിട്ട് വേണമെങ്കിൽ ഒരു ഇത്തിരി ഉപ്പ് കൂടെ ചേർക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ട്. ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ചട്നി ഒന്ന് സ്പ്രെഡ് ചെയ്യാം. നമ്മളിത് ഗ്രീൻ ചട്നി ഇവിടെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഇത് സ്പ്രെഡ് ചെയ്യാം. സാൻഡ്വിച്ചിൻ്റെ ഫില്ലിങ്. ഒരു പശുവിന് ഈ സാൻഡ്വിച്ച് ഇഷ്ടം. കമൻറ്റ് കേട്ടോ. ഞാൻ എൻ്റെ വീഡിയോ എടുക്കുന്നതിനിടെ പറയുന്നത് പശുവിനാരും ഇഷ്ടപ്പെടുന്നു. ഇല ഗ്രീൻ ചട്നി ഉള്ളതുകൊണ്ട്. പുള്ളിക്ക് ഗ്രീൻ ചട്നി ഒന്നും വലിയ പിടുത്തമില്ല. ഇനി ഇവിടെ നമുക്ക് ബട്ടർ തേക്കാം. അപ്പോൾ എനിക്കിതുപോലെ സാൻഡ്വിച്ച് ടോസ്റ്റർ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് രണ്ടും വയ്ക്കാം. ഞാൻ ഈ സൈഡൊന്നും കട്ട് ചെയ്ത് കളയത്തില്ല. അപ്പോൾ ഇതിനകത്തോട്ട് വെച്ചിട്ട് പ്രസ് ചെയ്ത് നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റായ വെജിറ്റബിൾ സാൻഡ്വിച്ച് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിനായാലും സ്നാക്കായിട്ടായാലും എല്ലാം കഴിക്കാനായിട്ട് വളരെ വളരെ ടേസ്റ്റിയാണ്. എനിക്ക് വളരെ ഇഷ്ടമാണ്. നമുക്ക് ഏത് സമയത്തും കഴിക്കാൻ നല്ല ഒരു ഐറ്റമാണ്. സോസൊക്കെ ഒഴിച്ചിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഉണ്ടാക്കിയെടുക്കാനും നല്ല ഈസി അല്ലേ. ഇപ്പോൾ പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിലും ഭയങ്കര ഇഷ്ടപ്പെടും. ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ സ്നാക്കായിട്ടോ ഒക്കെ നല്ല ഐറ്റമാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.